ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ താങ്ക്സ് പറയാനാണ്. താങ്ക്സ് വേറെ ആരോടും അല്ല പറയാനുള്ള, എന്റെ യൂട്യൂബ് ചാനലിലെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എന്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ബിഗ് താങ്ക്സ് പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്, സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്ന് എല്ലാ അർത്ഥത്തിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 1000 താങ്ക്സ് ഞാൻ പറയാണ്. എന്തെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാര്യം 500 സബ്സ്ക്രൈബേഴ്സ് അയക്കുകയാണ്. ഇത് വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കും, പക്ഷെ എനിക്കത് വലിയ കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ഇയർ ആയിരുന്നു. കഴിഞ്ഞ ഇയർ 2025 ജൂലൈയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ സമയം വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. 500 ഒന്നും അല്ല ആവാനുള്ള, അതിൽ കൂടുതൽ ആവാനുള്ളതാണ്. പക്ഷെ എന്തായാലും 500 ആയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ അത് നിങ്ങളെ അറിയിക്കണമെന്നും നിങ്ങളോടൊക്കെ ഒരു ബിഗ് താങ്ക്സ് പറയണമെന്നും എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറവ് വരുമോ കൂടുതൽ വരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും 500 കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും ഒരു താങ്ക്സ് പറയണമെന്ന് കരുതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെ അധികം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ്, കുറച്ച് കസിൻസ്, റിലേറ്റീവ്സിന്റെ അടുത്തൊന്നും വലിയ രീതിയിൽ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഫ്രണ്ട്സ്, എനിക്ക് അറിയാവുന്ന കുറച്ച് പേരോട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തു, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും ഓക്കെ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതില് എനിക്ക് തോന്നുന്നു ഇപ്പൊ 500 സബ്സ്ക്രൈബേഴ്സ് ആയേക്കുന്നതില് ഒരു 450 വരെ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഒരു പരിചയമില്ലാത്തവരും, പേഴ്സണലി എന്നെ അറിയാത്തവരും ഒക്കെയാണ്. അപ്പം എന്നെ അല്ലെങ്കിൽ എന്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ, എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് എന്റെ പരിചയക്കാരോ അറിയാവുന്നവരൊക്കെ കൊണ്ട് സബ് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്ക് അറിയാവുന്നവരെക്കാളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അറിയാത്തവരാണെന്ന് തോന്നുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും, നമ്മൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത് അറിയാത്തവരാണെന്ന് തോന്നുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് മെന്റലി ഫിസിക്കലി എനിക്കൊരു ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരിക്കലും ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തും എന്നുള്ളത് എന്റെ ഫസ്റ്റ് തുടക്കത്തെ വീഡിയോയിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ ടൈപ്പ് വീഡിയോസും, ഡെയിലി ലൈഫിലുള്ള എല്ലാ ടൈപ്പ് വീഡിയോസും ഞാൻ യൂട്യൂബ് ചാനലിലൂടെ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണം എന്നുള്ളത് എനിക്ക് എല്ലാവരും കാണിക്കണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹമാണ്. അപ്പം ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ അല്ല. ചിലർ അങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടി മാത്രമുള്ള യൂട്യൂബ് ചാനലാണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. എനിക്ക് മെന്റലി ഫിസിക്കലി ഞാൻ ഡൗൺ ആയ സമയത്ത് അത് ഓക്കെ ആവാൻ വേണ്ടിയിട്ടും എനിക്കൊരു പോസിറ്റീവ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഒരുപാട് നാളായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ അതിനായിട്ട് തന്നെ നമ്മളെ സമയം എല്ലാം നമ്മൾ അതിനായിട്ട് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ വേറെ ജോബൊക്കെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളത്. അപ്പം പിന്നെന്ന് പറഞ്ഞാല് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പം എന്റെ കയ്യിലിരുന്നത് ഒരു പഴയ ഫോണാണ്. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ജോലി ചെയ്ത് സാലറി കിട്ടി ഞാൻ മേടിച്ച ഫോണാണ്. ഫസ്റ്റ് ഞാൻ മേടിക്കുന്ന ടച്ചിന്റെ ഫോണ് അതായിരുന്നു. സാംസങ്ങിന്റെ ഫോണാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഞാൻ ഫസ്റ്റ് വാങ്ങിയ ഫോൺ ഇതാണ് സാംസങ്ങിന്റെ ഫോൺ. അപ്പം ഇതിനകത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ച സമയത്ത് ഇതിനകത്ത് യൂട്യൂബ് വർക്കിംഗ് അല്ല, യൂട്യൂബ് ആപ്പ് വർക്കിംഗ് അല്ല ഇതിനകത്ത്. പിന്നെ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി ഒക്കെ വളരെ വളരെ മോശമാണ്. ഇതില് പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വർക്ക് ആവില്ല, ബാക്ക് ക്യാമറ ആണെങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം ഈ ഫോണിന്റെ ഇത്. ഇപ്പൊ ഇത് വർക്കിംഗ് അല്ല, ഇപ്പൊ ഇത് കംപ്ലൈന്റ് ആയിരിക്കുകയാണ്. ഞാൻ ഇത് ഷോപ്പിൽ കൊടുത്ത് നോക്കിയായിരുന്നു ശരിയാക്കാം, പക്ഷെ ഒരു കാരണവശാലും ഇത് ശരിയാക്കാൻ കഴിയില്ലതാ. ഇതായിരുന്നു ഫോണിന്റെ അവസ്ഥ. അപ്പൊ ഞാൻ ആദ്യം സാലറി കിട്ടിയപ്പം മേടിച്ച എന്റെ ടച്ചിന്റെ ഫോണാണ്. അപ്പൊ എല്ലാവരുടെ കയ്യിലും ടച്ചിന്റെ ഫോൺ ഇരിക്കുന്നതാണുമ്പോ എനിക്കൊരു എന്റെ കയ്യിൽ പഴയ മറ്റേ കീപാഡിന്റെ ഫോണാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര, അപ്പം എന്റെ ഇതിലുള്ളവരൊക്കെ നല്ല ടച്ചിന്റെ ഫോണൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു ഫോൺ വേണമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഞാൻ തന്നെ സാലറിയിൽ മേടിച്ച ഫോണാണ് ഇപ്പൊ ഇത്. ഇവിടെ കാണാൻ പറഞ്ഞു നിങ്ങൾക്ക്. പക്ഷെ ഇതിന് വേറെ കേടുപാടുകളൊന്നും, ഞാൻ പുതിയ ഫോൺ മേടിക്കുന്നത് വരെ ഇതിന് വേറെ കേടുപാടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഈ ക്യാമറകളും വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഫോൺ മേടിക്കണം എന്ന് അതിന് പിന്നെ ക്യാഷ് സേവ് ചെയ്ത് വെച്ചിട്ട് മേടിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതൊക്കെ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വീഡിയോസ് എടുത്തു തരാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു സപ്പോർട്ടിന് എന്തൊരു ചെയ്യാന്ന് അറിയാമായത് ഞാൻ പിന്നെ ഞാൻ വാങ്ങിയതാണ് ഒരു സ്റ്റാൻഡ് വാങ്ങിയായിരുന്നു. അപ്പം ആ സ്റ്റാൻഡിലാണ് ഇപ്പം മൊബൈൽ വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഫോൺ പിടിച്ചു തരാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ സ്റ്റാൻഡ് വാങ്ങി. ചെറിയൊരു സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെ അതിനുശേഷം വാങ്ങിയതാണ് ഈ മൈക്ക്. ഈ മൈക്ക് കാര്യം ദൂരമൊക്കെ നിന്ന് ദൂരെ വെച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കിട്ടത്തില്ല വോയിസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞ് മൈക്കും മേടിച്ചു. ഞാൻ സേവ് ചെയ്ത് വെച്ചതിൽ നിന്നാണ് മേടിച്ചത്. എന്നിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അറിയാവുന്നവരൊക്കെ ഇതൊക്കെ വെച്ചിട്ട് എന്നെ കാണുമ്പോഴത്തേക്ക് അവരൊരിക്കലും വിചാരിച്ച ഒരു ലെവലിലല്ല ഞാൻ. കാര്യം അധികം സംസാരിക്കാത്ത ഒരു ടൈപ്പായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു പണ്ട്. അപ്പം അങ്ങനെ അന്നൊക്കെ എന്നെ അറിയാവുന്നവര് ഞാൻ എന്നെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോ അവർക്കൊരു തമാശ പോലെ, അല്ലെ അവർക്കൊരു അവരെന്നെ കളിയാക്കുന്നു. അവര് എന്തോ സംഭവം യൂട്യൂബ് ചാനൽ തുടങ്ങിയാ അങ്ങനെയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോ ബെസ്റ്റ്, നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആര് കാണാൻ, എന്തോന്ന് യൂട്യൂബിൽ ഇടാൻ, അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തോ ഇരിക്കുന്നു യൂട്യൂബിൽ ഇടാൻ, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതുപോലെ പറഞ്ഞു ബെസ്റ്റ്, ഇത് എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് വീഡിയോ ഇട്ടിട്ട് ആര് കാണാനാ, അല്ലെ തന്നെ നിന്നേക്ക് ആര് സപ്പോർട്ട് ചെയ്യാനാ, അങ്ങനെയൊക്കെ ഉള്ളവര്. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അറിയാം അവര് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെ ഡൗൺ ആക്കാൻ നോക്കുന്നതാണോ അതോ പോസിറ്റീവായിട്ട് അവര് നമ്മളെ നല്ല ഇതാക്കാൻ നോക്കുന്നതാണോ എന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷെ ഞാൻ അതൊക്കെ കാര്യമാക്കാതെ മുമ്പോട്ട് പോയി. കാര്യം ഞാൻ ഈ മൈക്കും സ്റ്റാൻഡും ഫോണും ഒക്കെ മേടിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഒന്ന് നോക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്നവര് പുറത്തുള്ളവരും ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പം പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട്, ശരിക്കും പറയാൻ എന്നെ പരിചയമില്ലാത്തവരാണ് ഒരുപാട് പേരും ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര്. അപ്പൊ അവർക്കാണ് ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയുന്നത്. ഇനിയും ഇനിയും നല്ല നല്ല സപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണം. എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എനിക്ക് പറയണം, ഞാൻ നോക്കൂ എന്റെ യൂട്യൂബ് ചാനൽ ഫാമിലിയിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ നോക്കൂ, അല്ലെങ്കിൽ അവർ കയറി നോക്കുമ്പോ അവരിങ്ങനെ അവർക്ക് മെന്റലി ഇങ്ങനെ കാണപ്പെടുന്നു, ഇവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയണം. അപ്പൊ ആ ലെവലിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴിപ്പോഴും ഞാൻ പറയുന്നു, ആദ്യമായിട്ട് കാണുന്നത് വെറുതെ കണ്ടുപോകരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചേക്കുവാണ് എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ പറയണോന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും എന്തൊക്കെ പറയണമെന്നുള്ളത്. യൂട്യൂബ് ചാനല് തുടങ്ങിയത് ഡാൻസ് ക്ലാസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞു. പിന്നെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് മെന്റലി ഫിസിക്കലി ഞാൻ ഡൗൺ ആവുന്നത് കൊണ്ട് അതൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ എനിക്ക് വർത്താനം പറയാനൊക്കെ ആരെങ്കിലും കാണുമല്ലോ. പിന്നെ അത് വീട്ടിൽ അറിയാതെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കാര്യം അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു സപ്പോർട്ടും കാണത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു സത്യത്തിൽ. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്റെ വീഡിയോസ് എടുത്തതൊക്കെ ഞാൻ വീട്ടിൽ ആരും കാണാതെയും അറിയാതെയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ
ഫസ്റ്റ് വീഡിയോസുകളെല്ലാം എടുക്കുന്നതും ഇടുന്നതും ഒക്കെ യൂട്യൂബിൽ ഇടുന്നതും ഒക്കെ ഞാൻ ശരിക്കും ഞാൻ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് വീഡിയോസ് എടുക്കുന്നത്. അത് എനിക്കൊരു പേടിയായിരുന്നു. കാര്യം വീട്ടിൽ സമ്മതിക്കില്ല, വീട്ടിൽ ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള സംഭവമൊന്നും അധികം ഇഷ്ടം അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് സമ്മതിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമെന്നൊക്കെയുള്ള ഇത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ അറിയിക്കാതെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പകുതി വെച്ച് എനിക്ക് നിർത്തണം എന്നുള്ളൊരു ഇതെനിക്ക് വന്നു. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവായിരുന്നു. അങ്ങനെ അധികം ആരും കാണുന്നില്ല, അങ്ങനെ ഒരു ഇതൊക്കെ വന്നു. അങ്ങനെ പിന്നെ കുറേശ്ശെ ആയപ്പോഴത്തേക്കാണ് ഓരോരുത്തർ കണ്ടു തുടങ്ങിയത്. ഒരു കാരണം പിന്നീട് എന്ന് പറഞ്ഞാല് ഇതിന് നമ്മൾ മെനക്കെട്ട് നമ്മുടെ എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയണം. നമുക്ക് വീഡിയോസ് എടുക്കണം, അതിന് കണ്ടന്റ് ഉണ്ടാക്കണം, വീഡിയോസ് ഷൂട്ട് ചെയ്യണം. പിന്നെ നമ്മളൊരു വെറുതെ കയറിയിരുന്ന ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് ഡാൻസിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് അതൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് കളിച്ചൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാവൂ. എത്ര തവണ എങ്ങനെയായാലും ഒരുപാട് തവണ വീഡിയോസ് ഇങ്ങനെ എടുത്ത് ഡിലീറ്റ് ചെയ്താണ് ഫൈനൽ ഒരെണ്ണം ആക്കുന്നത്. പിന്നെ അത് എഡിറ്റ് ചെയ്യുന്ന കുറേ സമയം എടുക്കും. പിന്നെ ഇൻട്രോ ചെയ്യുന്നത്, ആദ്യത്തെ ഇൻട്രോ. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നല്ല മെനക്കോടുള്ള കാര്യമാണ്. അപ്പം നമ്മളൊരു ജോബിന് പോകുന്ന ഒരാളിനാണെങ്കിൽ അത് പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടും കൂടി സൈഡായിട്ട് കൊണ്ടുപോകണം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും സമയം കിട്ടത്തില്ല. പിന്നെ ഫിനാൻഷ്യൽ പ്രശ്നം. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ പ്രോബ്ലം, ജോലിയുടെ പ്രശ്നം. ഞാൻ ജോലി സ്റ്റോപ്പ് ചെയ്ത് വെച്ച സമയത്താണ് ശരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അത് എനിക്ക് മെന്റലി ഒന്നും ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊന്നും ഡൗൺ ആയിരുന്ന സമയത്താണ് എനിക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിനുശേഷം ഞാൻ വർക്കിംഗ് പോവാതിരുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇങ്ങനെ കുറച്ചു നാല് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ജോബ് ശരിയായി. കാര്യം വേറെ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒരു ജോബിന് പോവേണ്ടത് നിർബന്ധിതമായത് കൊണ്ടും എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അപ്പൊ ജോലിക്ക് പോകേണ്ടിരുന്നപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് വീഡിയോസ് എടുക്കുന്നത് അവിടെ കട്ടായി. ബാക്കി കാര്യങ്ങളെല്ലാം കട്ടായപ്പോഴത്തേക്ക് പിന്നെ വീഡിയോസ് എനിക്ക് കണ്ടിന്യൂസ് ഇടാൻ പറ്റാതെ വന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും 500 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. പിന്നെ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ കിട്ടി. കിട്ടിയെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഞാൻ വീട്ടിൽ അറിയാതെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ഫോൺ വാങ്ങിയത് സ്വന്തം എന്റെ ക്യാഷിനാണ്, എന്റെ ഇഷ്ടത്തിനാണ് വാങ്ങിയതെങ്കിൽ പോലും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്റെ വീട്ടിൽ ആരും അറിയാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്റെ കുറച്ച് കസിൻസും പരിചയക്കാരും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പം ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓ, നീയോ യൂട്യൂബ് ചാനലോ, എന്തിനാണ് അങ്ങനെയൊക്കെയുള്ള ഓരോ കമന്റുകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് അതെന്തെങ്കിലും ഇങ്ങനെ പറയുന്നേ, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരും. പിന്നെ കുറെ കളിയാക്കുന്ന രീതിയിലൊക്കെ യൂട്യൂബ് ചാനലോ, ആരെങ്കിലും കാണുമോ, പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ എന്റെ അടുത്ത് വല്ലപ്പോഴൊക്കെ എന്നെ വിളിച്ച് കാണുമ്പോൾ എന്തായി നിന്റെ യൂട്യൂബ് ചാനൽ, ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരുമാതിരി കളിയാക്കിയിട്ടുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഒരാളെ നെഗറ്റീവ് രീതിയിൽ അല്ലെങ്കിൽ ഡൗൺ ആക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇത് കേൾക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കയറുന്നതിന്, അപ്പൊ ഞാൻ എത്തിച്ചു, ഞാൻ വെറുതെ ഇങ്ങനെ എന്റെ സമയം കളഞ്ഞ് ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ എന്റെ സമയം കളഞ്ഞ് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു ബലവും ഇല്ലല്ലോ, ഒരു പ്രയോജനം ഇല്ലല്ലോ എന്ന് കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ അങ്ങ് നിർത്താം, ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ല, ആരും കാണുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ഫ്രീ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കണ്ടിന്യൂസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പം ഈ 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. അന്ന് എന്നെ കളിയാക്കിയവരോടും അല്ലെങ്കിൽ അന്ന് എന്നെ ഒരുപാട് കളിയാക്കി എന്നെ ഡൗൺ ആക്കിയവരോടും ഒരു പറയാനുള്ള മറുപടി ഇതാണ്. എന്റെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്റെ ചാനൽ ആരെങ്കിലും കാണുമോ എന്ന് ചോദിച്ച് കളിയാക്കി. നിന്റെ ചാനൽ ആര് കാണാന്? എന്തിനാണ് നിന്റെ ചാനൽ ഇടുന്നത്? അപ്പൊ ഡാൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടും, അല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾ. ബെസ്റ്റ്, ആരെങ്കിലും കണ്ട കണക്ക് തന്നെ, അങ്ങനെയൊക്കെ ഉള്ള ഒരിത്. ആരെങ്കിലും കാണും, പിന്നെ എന്തെങ്കിലും നിന്റെ ചാനൽ വല്ല ഗ്രോത്ത് ഉണ്ടാവോ, അങ്ങനെയൊക്കെ വരും കളിയാക്കിയിട്ടൊക്കെ വല്ലാത്തത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ആ ടൈമിലൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇവര് കളിയാക്കുന്നുള്ളതൊക്കെ സംസാരങ്ങളൊക്കെ. അപ്പൊ ആദ്യമൊക്കെ ഇവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന ആദ്യമൊക്കെ ഇടുന്ന വീഡിയോ 1-2 വീഡിയോസ് ഒക്കെ ഇവര് കാണത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇടുന്ന വീഡിയോസ് ഒന്നും അവർ കാണാറേ ഇല്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇവര് സബ് അടിച്ച് നമ്മളെ പരിചയത്തിലുള്ളത്, ഞാൻ പറഞ്ഞ എന്റെ പേഴ്സണൽ എന്നെ അറിയാവുന്നവരും എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം ഇവര് എന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവരൊന്ന് സബ് ചെയ്യും. അതിനുശേഷം ഞാൻ ഇടുന്ന 1-2 വീഡിയോ ആദ്യത്തെ വീഡിയോ കണ്ടു കാണും. അതിനുശേഷം ഇവര് സബ് ക്യാൻസൽ ആക്കി പോയിട്ടുണ്ടാവും. കാര്യം നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആദ്യം പുറത്തുനിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ പരിചയക്കാരോടൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് സബ് കിട്ടുമ്പോൾ നമുക്ക് അറിയാം ആരൊക്കെയാണ് നമ്മളെ സബ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ അതിനുശേഷം അതിൽ നിന്ന് ഇങ്ങനെ 1, 2, 3 അങ്ങനെയൊക്കെ ഇങ്ങനെ സബ് കുറഞ്ഞു വരുമ്പോ നമുക്കറിയാം നമുക്ക് പരിചയമുള്ളവർ പലരും ആണ് ഇത് കിട്ടിയത് പോകുന്നതെന്നുള്ളത്. പിന്നെ അതിനുശേഷം എന്റെ ഡാൻസ് ക്ലാസ് ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സും പുറത്ത് നിന്നുള്ളവരാണ്. എന്നെ ഒരു ഒരറിവും ഇല്ലാത്തവരാണ്. അവര് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ ചാനലില്, അതായത് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ്. ഓരോരുത്തരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞതിന്റെ മുമ്പിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടിലറിയാം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും ഞാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ വീട്ടിലറിയാം. ഇപ്പം ഒരുവിധം കുഴപ്പമില്ലാതെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോസ് എടുക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഉത്സവത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ വീഡിയോസ് എടുക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അധികം വലിയ പ്രശ്നമില്ല. എങ്കിൽ പോലും എനിക്ക് ഈ 500 സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ടും ചെയ്തതും. അതുപോലെ ഈ വീഡിയോ എന്നെ നെഗറ്റീവ് അടിച്ചവർക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ അവർക്കും കൂടെ ഒരു മധുര പ്രതികാരം എന്നുള്ള രീതിയിലും കൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും ഇതുപോലെ കട്ടയ്ക്ക് എന്റെ കൂടെ ഉണ്ടാവണം. നമ്മുടെ 500 സബ്സ്ക്രൈബേഴ്സ് 1000 ആവട്ടെ, 1000 അങ്ങോട്ട് ഉയർന്നു പോവട്ടെ. അപ്പം ഈ കളിയാക്കിയവരുടെയൊക്കെ മുന്നിൽ എനിക്ക് നന്നായിട്ട് നിന്ന് പറയണ്ട, എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഇത്ര പേരുണ്ട്, അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനല് പലരും കാണുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള ചാനലാണ് എന്നുകൂടി എനിക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന തരത്തില് എല്ലാവരും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുമാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ചിലർ വെറുതെ വീഡിയോ കണ്ടിട്ട് അങ്ങ് പോകും. അങ്ങനെ ചെയ്യരുത്. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിലൊരു ബെല്ലൈക്കൺ വരും, ചെറിയൊരു കുട്ടി മണിയുടെ ഒരു സംഭവം വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ്സ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ മുത്തുമണികളെ.